ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി അല്ലെ, അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ. ഇതൊരു സിനിമയാണ്, സിനിമയുടെ തിരക്കഥയാണ്. നമുക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമല്ലേടാ. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു സിനിമ അല്ലെ, ആ സിനിമയുടെ തിരക്കഥയാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും ചിലപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. അപ്പൊ ആ സിനിമയിലെ സീനുകൾ, 3 പ്രധാനപ്പെട്ട സീനുകളാണ് ഈ ഒരു തിരക്കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ് ഈ തിരക്കഥ എഴുതിയതെന്ന് അറിയാമോ? പി പത്മരാജനാണ്. മലയാള സാഹിത്യത്തിൽ അതുല്യമായ ഒരുപാട് കൃതികൾ കൊണ്ട് സമ്പന്നമാക്കിയിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഒരുപാട് കൃതികൾ എഴുതിയ എല്ലാ കൃതികളും എന്താണ്, അത്രമേൽ പ്രസക്തമായിട്ടുള്ള, നമുക്ക് വായിക്കുന്ന സമയത്ത് നമ്മളും കൂടെ സഞ്ചരിച്ചു പോകുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കൃതികളാണ് പത്മരാജൻ എഴുതിയിട്ടുള്ള ഓരോ കൃതികളും. അതിൽ പ്രഹേളിക, അപരൻ, പുകക്കണ്ണട, പത്മരാജന്റെ കഥകൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരങ്ങളാണ്. പെരുവഴിയമ്പലം, തകര, രതി നിർവേദം എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിന്റെ നോവലറ്റുകളാണ്. നക്ഷത്രങ്ങളെ കാവൽ, വാടകയ്ക്കൊരു ഹൃദയം, ഇതാ ഇവിടെ വരെ എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിന്റെ നോവലുകളാണ്. ഇങ്ങനെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ മികച്ച തിരക്കഥയ്ക്കുള്ള സംവിധാനവും, അതേപോലെ സംവിധായകനുള്ള മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡും, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പത്മരാജന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഇറങ്ങിയ അതേ വർഷം തന്നെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന സിനിമ. കാലത്തിന് ഇപ്പുറം ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറത്തും സിനിമ അതേ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ ആ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു വിഷയമായിരിക്കും എന്നുള്ളത്. വൃദ്ധരായിട്ടുള്ള ആളുകൾ നമ്മൾ കാണാറുണ്ട്. പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരിൽ പ്രധാനപ്പെട്ട വിഭാഗം ആരാണ്? വൃദ്ധരായിട്ടുള്ള ആളുകളാണ്, മാതാപിതാക്കളാണ് അല്ലെ. അപ്പൊ അവരുടെ പ്രശ്നത്തെ ചർച്ച ചെയ്യുന്ന സമകാലിക പ്രസക്തിയുള്ള ഒരു സിനിമയാണ് ഇത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്നത്. ഇതിലെ 3 സീനുകളാണ് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സീൻ 31 ആദ്യത്തെ സീന്. ഇതില് അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന നമ്മുടെ നടിയായിരുന്നു. അപ്പോൾ അവരാണ് അമ്മയായിട്ട് അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടിയും ശ്രീവിദ്യയും ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട റോളുകളിൽ വരുന്നുണ്ട്. അപ്പൊ അമ്മയെ എന്ത് ചെയ്യാണ്, അനാഥാലയത്തിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ശ്രമിക്കുന്ന മക്കളും ഒക്കെയാണ് ഇതിലെ ഒരു പശ്ചാത്തലമായി വരുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ, എന്താണ് ഇതിലെ സീൻ എന്നുള്ളത്. ഇതിൽ ഓരോ സീനുകളും എന്ത് ചെയ്യുക ടീച്ചറ്, 3 സീനുകളാണുള്ളത്. ആ 3 സീനുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. എനിക്കെന്തോന്ന് അലച്ചില്? അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. എനിക്ക് എന്റെ ആരോഗ്യത്തിനോ ഒരു കുഴപ്പവും ഇല്ല. ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ഉണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്ന എന്താണെന്നറിയോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയ ഒരു സെന്റർ നോക്കി അങ്ങോട്ടങ്ങ് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആകുമ്പോ കാണണം ചിലരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ പോവുക. എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രയർ ഉണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ 10 ദിവസം ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട്. അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അവിടെ പിന്നെ ആടാം, പാടാം, അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അയ്യോ അമ്മ, ഇത് സ്വർഗലോകമല്ല, ഇതിന്റെ പേര് ശരണാലയം. അപ്പൊ മക്കള് കണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു കഥയുടെ അല്ലെങ്കിൽ തിരക്കഥയുടെ പശ്ചാത്തലമായിട്ട് സിനിമയിൽ നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത്. അപ്പൊ അമ്മയെ എന്ത് ചെയ്യാണ്, യാതൊരു കണ്ണുചോരയില്ലാതെ ആധുനികതയുടെ ഒരു സ്വഭാവമാണ് നമ്മൾ ഇതിൽ കാണുന്നത് അല്ലെ. അതായത് കൂട്ടുകുടുംബമായിരുന്ന വീടിനോട്, പ്രകൃതിയോട്, ആ വീട്ടിലുള്ള മനുഷ്യരെ പോലെ തന്നെ അതിൽ കഥാപാത്രങ്ങളുടെ സ്ഥാനത്തേക്ക് വരുന്നവരാണ് ആ വീട്ടിലെ പശുക്കളും മറ്റു ജീവജാലങ്ങളും ഒക്കെ. അപ്പൊ അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു വീടിനെ, അല്ലെങ്കിൽ ആ അമ്മ എന്ന് പറയുന്നത് ആ മക്കൾക്ക് മാത്രമല്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു അമ്മ എന്ത് ചെയ്യാണ്, വൃദ്ധസദനത്തിലേക്ക് മാറ്റേണ്ടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സംസാരിക്കുന്നത്. ഇനി അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ 32ാമത്തെ സീനാണ്. മക്കളും അമ്മയും ഒക്കെ ഒന്നിച്ചിരിക്കുന്ന ആ ഒരു സീന് കൂടെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് കണ്ടു നോക്കാം. കുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നോ? ഇവിടെ മിക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നത്. ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ.
ആണോടാ? ആ ഏതാണ്ടെല്ലാം പറഞ്ഞു. അപ്പോ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോട് ഇത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് ഈ വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഷെയറിലാ വീട്. എനിക്കത് ഈ തലയിടാനൊക്കെ ഇല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാകില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ആളും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. എല്ലാരും കൂടെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാ വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. അക്കാര്യം അമ്മ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ എന്നിടത്താണ് അല്ലെ, മരുമകൾ ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ അടുത്താണ് നമ്മുടെ തിരക്കഥയുടെ ആ ഒരു സീൻ അവസാനിക്കുന്നത് അല്ലെ. അപ്പോൾ 1985 ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ 2026 എത്തി നിൽക്കുമ്പോഴും ഇത്തരം വിഷയങ്ങൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രായമാവുന്ന സമയത്ത് അവരുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട പല രക്ഷിതാക്കളും എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, പുറത്താകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പുതിയ കാലത്ത് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷയം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വൃദ്ധർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ട് ഒരു മുഖപ്രസംഗമോ അല്ലെങ്കിൽ ഒരു ഉപന്യാസമോ അല്ലെങ്കിൽ എന്താണ് പ്രഭാഷണമോ പ്രസംഗമോ ഒക്കെ എഴുതാൻ ചിലപ്പോൾ 7 മാർക്കിന് സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെയാണ്. ഇനി നമുക്ക് അവസാനത്തെ സീനായിട്ടുള്ള 60ാമത്തെ സീന് കൂടെ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ആ സീനിൽ പറയുന്നതെന്നും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാ എല്ലാരോടും പോട്ടെ മക്കളെ. അമ്മൂമ്മയോടൊന്ന് ഫോൺ ചെയ്യണം. ചെയ്യാം. ഇന്ന് വിളിക്കണം. ഇന്നിപ്പോ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. എപ്പോ? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മമ്മ വിളിക്കാം, കേട്ടോ? പശുവിന്റെയും ആടിന്റെയും കാര്യമൊക്കെ ഞാൻ അമ്മണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവക്കാ. അതവള് നിങ്ങൾ പോയിട്ട് വേണ്ടതുപോലൊക്കെ ചെയ്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇവിടെ നിന്നോട്ടെ. നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായ ആ മാവ് തന്നെ വെട്ടണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്, പിള്ളേര് പോലും. ഈ ഒരു സീനില് അവസാനം ആ പശു കരയുന്ന സമയത്ത് ഞെട്ടലോട് കൂടെ അമ്മ നോക്കുന്ന ഒരു സീൻ ഉണ്ടല്ലേ. അപ്പൊ ഇതുപോലെ ആ വീട്ടിലുള്ള മക്കൾക്ക് മാത്രമല്ല, ആ പക്ഷി മൃഗാദികൾക്ക് പോലും എന്താണ് അമ്മയായി തീർന്നിരുന്ന ഒരു സ്ത്രീയായിരുന്നു അല്ലെ. അവരുടെ അവസാന കാലഘട്ടത്തിൽ എല്ലാരെയും അത്രയധികം ജീവന് തുല്യം സ്നേഹിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്തു കൊടുത്തിട്ടുള്ള അമ്മ ആർക്കും വേണ്ടാത്ത ഒരുവളായിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന വേദനാജനകമായിട്ടുള്ള ഒരു സീനിലാണ് ആ സിനിമ അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് അമ്മമാര്, ചിലപ്പോൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ എന്താണ് ഇങ്ങനെ ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അല്ലെ. അപ്പോൾ നമ്മൾ അത് തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് അല്ലെ, അത്തരം മൂല്യങ്ങൾ തിരിച്ചറിയാൻ, അവരെ ചേർത്ത് നിർത്താൻ അല്ലെ. അങ്ങനെ ഒരുപാട് സന്ദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന. വെറുതെ പരീക്ഷ എഴുതുക, ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ പത്മരാജന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള തിരക്കഥകളിലൊന്നായിരുന്നു. 1985 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള പുരസ്കാരവും നേടിയിട്ടുള്ള ഒരു സിനിമ കൂടെയാണിത്. ഒരുപാട് കഥാമൂല്യം കൊണ്ടും അതിന്റെ സമകാലിക പ്രസക്തി കൊണ്ടും എല്ലാം കൊണ്ടും എന്താണ് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ആധുനിക കാലഘട്ടത്തിലെ കുടുംബ സങ്കല്പങ്ങളുടെ തകർച്ചയും എന്താണ് വളരെ ശക്തമായ രീതിയിൽ ഈ സിനിമയിൽ തുറന്നു കാട്ടുന്നുണ്ട്. മക്കൾക്ക് അമ്മ പ്രശ്നമായി മാറുന്നതും അതിനവർ കണ്ടെത്തുന്ന പരിഹാരം അല്ലെ, വൃദ്ധസദനമാകുന്നതൊക്കെ ഹൃദയഭേദകമായ രീതിയിലാണ് തിരക്കഥയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ്. നിങ്ങൾക്ക് കുറേയൊക്കെ ക്ലിയർ ആയി അല്ലെ, ഈ സീനുകളിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ നിങ്ങളത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുന്ന ടീച്ചർ വിചാരിക്കുകയാണ്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം,
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.